എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞങ്ങൾ ഇതുവരെ ചെയ്ത വീഡിയോയ്ക്കെല്ലാം സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ടും സബ്സ്ക്രൈബും ഷെയറും എല്ലാം പ്രതീക്ഷിക്കുന്നു. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് ഗോതമ്പ് നുറുക്ക് പായസമാണ്. ആദ്യം നമുക്കത് ഒന്ന് ചൂടാക്കണം. 1 കപ്പാണ് ഞാനിന്നിവിടെ എടുത്തേക്കുന്നത്. അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അതിനുശേഷം ഇത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. കാരണം ഗോതമ്പായതുകൊണ്ട് ഇതിന് നല്ല വേവുണ്ട്. പിന്നെ ചവ്വരി ചേർക്കുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ ചവ്വരിയും വേവിച്ച് ചേർക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി ഇത് ചൂടായിട്ടുണ്ട്. ഇനി ശർക്കര പാനി കാച്ചാൻ വെക്കാം നമുക്ക്. ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടിരിക്കുന്നത്. 1 കപ്പ് ശർക്കരയ്ക്ക് നമ്മൾ 2 കപ്പ് വെള്ളം വെക്കണം. ഞാനിന്ന് എടുത്തിരിക്കുന്ന ശർക്കര ആനമാർക്ക് ആ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ശർക്കരയാണ്, നല്ല ലൂസായിട്ടാണ് അത് കിട്ടുന്നത്. നമുക്കത് പാനിയാക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പാനിയാകുന്നതാണ്. ഈ ശർക്കരയ്ക്ക് നല്ല നിറവും നല്ല മധുരവും ഒക്കെയാണ്. കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഇതിപ്പം കറക്റ്റ് 1 കപ്പ് ഗോതമ്പ് നുറുക്കിനുള്ളത് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ശർക്കര പാനിയായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ആകും. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൻ്റെ അടിയിൽ കല്ലും മണ്ണും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ വീണ്ടും അതേ പാൻ തന്നെ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് വറുത്ത് കിസ്മിസും വറക്കുക, അണ്ടിപ്പരിപ്പും വറക്കുക. കിസ്മിസ് നമുക്കൊരു 10 ഗ്രാം എടുത്താൽ മതി. അതുപോലെ അണ്ടിപ്പരിപ്പും 10 ഗ്രാം എടുത്ത് വെച്ചാൽ മതി. പായസത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് എടുക്കും. അതിൽ തന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർക്കാം. ആദ്യം ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി തിളച്ചതിന് ശേഷം അരിച്ച് വേണം എടുക്കാൻ. ഇത് കണ്ടോ, അതിനകത്ത് കല്ലും മണ്ണൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴായാലും അരിച്ചേ എടുക്കാവും. അതിന് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. അത് തിളച്ചതിന് ശേഷം വേണം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർക്കാനായിട്ട്. ചവ്വരി ആവശ്യമുള്ളവർ അതും വേവിച്ച് ചേർക്കണം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. നമുക്ക് വളരെ താമസമൊന്നുമില്ല. ചവ്വരി 2 ടേബിൾ സ്പൂൺ എടുക്കാം. അത് നല്ലപോലെ 3 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി ചവ്വരി. ഇപ്പം ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് നുറുക്ക് ചേർക്കുകയാണ്. കുഴഞ്ഞു പോകും. നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ വെള്ളം കൂടുതൽ ചേർത്ത് വേണം ചെയ്യാൻ. കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനാണ് നമ്മളൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുന്നത്.
അതങ്ങ് ഉടഞ്ഞോളൂ. ഇത് ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയി, അതാണ് കട്ടിയായത്. നമ്മൾ ഉടച്ചെടുക്കുക. ഇനി ലാസ്റ്റ് നമ്മളിത് തിളച്ച് കുറുകുമ്പോൾ തേങ്ങാപ്പാൽ, ഒരുപാട് വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാൽ 1-ാം പാൽ ചേർത്ത് ഇറക്കുക. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണം. ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കുറുകും. ഇളക്കിക്കൊണ്ടിരിക്കണം, തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. നല്ല കുറുകിയ ചാറാണത്. നമ്മളധികം വെള്ളം ചേർത്തിട്ടില്ല. അത് കുറുകുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചേർക്കുന്ന ശർക്കരയാണ് ഹൈലൈറ്റ്. നമ്മൾ ഇപ്പം ഈ ഉണ്ട ഒക്കെ കിട്ടുന്നുണ്ട്, അത് വേറൊരു വെള്ള നിറത്തിലെയാണ് കിട്ടുന്നത്. പക്ഷെ ഇതിന് നമ്മൾ ഈ നിറത്തിലുള്ള ശർക്കര തന്നെ ചേർക്കണം. അത് 1 കിലോ ശർക്കരയ്ക്ക് കുറി വരുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഒരു കിലോയ്ക്ക് 75. 1 കിലോ ശർക്കരയ്ക്ക് 75 രൂപ. നല്ലോണം തിള വന്നിട്ടുണ്ട്. നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ചെയ്തു നോക്കാം. ഇത് വളരെ എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. പ്രഥമൻ്റെ അത്രയൊന്നും വലിയ ഇളക്ക് കുറവാണിത്. പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ റെസിപ്പികളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഇപ്പം നല്ല കുറുകി വരുന്നുണ്ട്. തീ ശകലം കുറയ്ക്കാൻ. ഞാൻ കഴിഞ്ഞ ഏകാദശിക്ക് ഗുരുവായൂർ പോയാണ് ഏകാദശി വ്രതം എടുത്തത്. അവിടെ ഗോതമ്പിൻ്റെ ചോറും അതിൻ്റെ കൂടെ ഗോതമ്പ് പായസവും ഉണ്ട്. ഭഗവാന്റെ പ്രസാദം അസാധ്യ രുചിയായിരുന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ഗോതമ്പ് പായസം കഴിക്കുന്നത് തന്നെ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി തേങ്ങയുടെ 1-ാം പാലൂടെ ചേർത്ത് നമ്മൾ നിർത്തുക. തേങ്ങയുടെ പാൽ ചേർത്ത് കഴിഞ്ഞ് പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തീ ഓഫ് ചെയ്യും.
അപ്പോൾ നമ്മുടെ രുചിയേറിയ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക. അതിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ കുറവൊന്നും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.